ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ടെക്നീഷ്യന്മാർക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ കേട്ടോ. നമ്മൾ പുതിയ സ്റ്റാർട്ടിങ്ങിലുള്ള ടെക്നീഷ്യന്മാർക്ക് പലപ്പോഴും CC ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ചാർജ് പിൻ മാറ്റുന്ന സമയത്ത് പ്രിൻറ്റ് കട്ടാവുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രിൻറ്റ് കട്ടാതെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത് ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളൊരു ലെഡ് എടുത്തതിന് ശേഷം അയൺ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും വീഡിയോയിൽ കാണിച്ച പോലെ എല്ലാ ഭാഗത്തും പുതിയ ലെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി PPD ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ലെഡ് ആക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മൾ ഇതിൻ്റെ നല്ല രീതിയിൽ ലെഡ് ആക്കി കൊടുക്കുക, അതേപോലെ തന്നെ നമ്മൾ CCയുടെ മുകളിലും കുറച്ച് ലെഡ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം അയൺ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ അതിലേറെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ബ്ലോവർ ഉപയോഗിച്ചിട്ട് കുറച്ച് 2 മിനിറ്റ് ഒന്ന് ഹീറ്റ് അടിച്ചു കൊടുത്താലും പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടും. അതെല്ലാം കുറച്ചുകൂടെ സേഫായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയൺ ഉപയോഗിച്ചിട്ട് എടുക്കുക. ഞാൻ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യൽ. ഇതാണ് എനിക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ തോന്നുന്നത്. പക്ഷേ നമ്മൾ ബ്ലോവർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മൈക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണക്ട് കാര്യങ്ങളിൽ ആ ഭാഗത്തേക്ക് ഹീറ്റ് തട്ടാത്ത രീതിയിൽ കുറച്ച് ചെരിച്ചിട്ട് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അതിനുശേഷം നമ്മൾ ഒരു വിക്ക് എടുത്തതിന് ശേഷം അയൺ വെച്ചുകൊണ്ട് അവിടെയുള്ള പഴയ ലെഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. വിക്ക് നമ്മളെപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വിക്ക് ആണെങ്കിലും അയൺ ആണെങ്കിലും നല്ല കമ്പനി സാധനം തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. നമുക്ക് അത്ര റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഗുഡ് വിക്ക് എന്ന് പറയുന്ന വിക്കാണ്. അത് നല്ലൊരു വിക്കാണ്. കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന ഒരു വിക്ക് തന്നെയാണ്. അതേപോലെ നമ്മൾ മെക്കാനിക്കിൻ്റെ ലെഡാണ് യൂസ് ചെയ്യുന്നത്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലെഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ശേഷം നമ്മൾ ബഡ്സ് എടുത്ത് ടിന്നർ മുക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി ബഡ്സ് അല്ലെങ്കിൽ ചില സ്പോഞ്ചോ കാര്യം എന്തായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ബ്രഷിൽ ടിന്നറാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. ശേഷം നമ്മൾ പുതിയതായി ഫിക്സ് ചെയ്യാൻ പോകുന്ന നമ്മൾ ചാർജിങ് പിന്നിൽ കുറച്ച് ലെഡ് ആക്കി കൊടുക്കണം. പിന്നിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വിട്ടു പോയതാണ്. ആ ലെഡ് ആക്കി കൊടുത്തതിന് ശേഷം അങ്ങനെ ലെഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് ഫിക്സ് ചെയ്ത് വെക്കാൻ കഴിയും. ശേഷം നമ്മൾ കുറച്ച് പുതിയ ഫ്ലെക്സ് നമ്മൾ ബോർഡിലോട്ട് ആഡ് ചെയ്യുക. ശേഷം നമ്മളെ 4 ലെഗ് നമുക്ക് വേണമെങ്കിൽ ആദ്യം അത് ഫിക്സ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ആദ്യം പുറകിൽ വരുന്ന നമ്മളെ 4 കണക്ഷൻസുകളാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നമുക്ക് ഇതിൻ്റെ 4 ലെഗുകളും ഫിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 4 ലെഗ് ഫിക്സ് ചെയ്തതിന് ശേഷവും പുറകിലെ കണക്ഷൻ ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരൊറ്റ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ അധികവും എനിക്ക് പല രീതിയിലാണ് ഞാൻ ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ എടുത്ത ടൈമിൽ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വർക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ഡാമേജോ കാര്യങ്ങളോ ഇല്ലാതെ നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.